ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. Hey guys, welcome back to OTA. Let's introduce Bestin Jacob. എന്റെ കോളേജ് സുഹൃത്താണ്. അതിലുപരി ബെസ്റ്റിന് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സിംബമാണ്. OTA വെബ്സൈറ്റ് 2 മണിക്കൂർ കൊണ്ട് ഡിസൈൻ ചെയ്ത വ്യക്തിയാണ് ഇരിക്കുന്നത്. അത് സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബെസ്റ്റിനെ OTA തുടങ്ങുകയാണ്, ഒരു വെബ്സൈറ്റ് വേണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഒരനക്കവും ഇല്ല. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് എഡിറ്റ് ചെയ്ത് ഇറക്കുന്ന ദിവസം ഞാൻ ബെസ്റ്റിനെ വിളിച്ചു. ഇന്ന് 5 മണിക്ക് സൈറ്റ് അപ്പായിരിക്കണം വീഡിയോ. ഇന്ന് 5 മണിക്ക് വരുന്നത് ഇപ്പൊ പെട്ടെന്ന് ചെയ്യുന്നത് 5 മണിയായപ്പം സൈറ്റ് ലൈവ് ആയിരുന്നു. അതാണ് ബെസ്റ്റ് ഷോ. യാത്രയൊക്കെ കഴിഞ്ഞു വന്ന ആളാരാണ്? അപ്പൊ താങ്കൾ തന്നെ തുടങ്ങൂ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയയും ചിലപ്പോൾ കിട്ടി കാണത്തില്ല ഇതെന്നാന്നുള്ളത്. അപ്പൊ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പല ക്ലൈമാറ്റിക് കണ്ടീഷനിലൂടെ നമ്മൾ കടന്നു പോകും. ഇന്ത്യയിലാണ് ഫോറസ്റ്റ് അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് അങ്ങനെ ട്രക്ക് ചെയ്യുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയ ഒരു സാധനം. ആർക്കെങ്കിലും മനസ്സിലായി കോയിൻ ബേസ്ഡ് ഹീറ്റർ എന്ന് പറയും. ഇതിങ്ങനെ നമ്മളൊന്ന് വെക്കുക, ഇവിടെ നിന്ന് ഇപ്പൊ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. തണുക്കുന്നത് ചൂടാവും. തണുപ്പൊക്കെ ഉള്ള സമയത്ത് ഭയങ്കരമായിട്ട് ഹെക്റ്റിക് ആയിട്ട് തണുപ്പ് കൂടുവാണെങ്കിൽ ഗ്ലൗവിനകത്തൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂട് നമുക്ക് കിട്ടും. കിടില സാധനം. വൺ ടൈം യൂസ് അല്ല, അതാണ് ഇത് റീയൂസബിൾ ആണ്. ഇപ്പൊ ചെസ്റ്റിലൊക്കെ ഭയങ്കരമായിട്ട് പെയിൻ വരുന്നവരാണ്. പിന്നെ നമ്മൾ ഹെഡേക്ക് ഒക്കെ വരുമ്പോ ചളി ചൂടാക്കാൻ കംഫുള്ളവർക്ക്. പിന്നെ ഇത് ലീക്കില്ല. ബൈക്ക് റൈഡേഴ്സിനൊക്കെ ഗ്ലൗസിനകത്ത് വെക്കാം. ഇത് ബോയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന് വെള്ളത്തിൽ ഇടണോ? ഇത് വെള്ളത്തിലിടുക. ഇതേ തണുത്ത വെള്ളത്തിൽ, തിളപ്പിച്ച വെള്ളത്തിൽ 15 തൊട്ട് 20 മിനിറ്റ് വരെ ഇടുമ്പോഴത്തേക്ക് ഇത് തിരിച്ച് തന്നെ നോർമൽ കണ്ടീഷനിൽ വരും. നേരത്തെ ഫസ്റ്റ് കണ്ടീഷനിൽ വരും. 250 പീസസ്. ടൈനി ടർബോ RC കാറാണ്. ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മാത്രമേ ഉള്ളൂ. ഗുഡ് ബൈ. ഇനി തിരിച്ചു കയറി വരൂ. റേസ് വിത്ത് ദെയർ ഫ്രണ്ട് ഓർ പ്ലേ അലോൺ. പേടിക്കല്ല മോനെ. പോയി. താങ്കൾ എന്തുവാണ് കാണിക്കുന്നത്? ഫോർവേഡും ബാക്ക്വേർഡും ഉള്ളെന്ന് പറഞ്ഞിട്ട് സൈഡിലോട്ട് പോയല്ലോ. അത് ഇതിന് ചിരി പോയി. ഇത് നമുക്ക് പിള്ളേർക്കൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനം. 500 രൂപ. നല്ല ഒന്നാമത് മറ്റേ ലെഫ്റ്റും റൈറ്റും ഒക്കെ ഉള്ള നല്ല ടോയ് കിട്ടും. ഇത് ഭയങ്കര പവർഫുൾ ആണ്. ഇതുണ്ട് ഭയങ്കര സ്പീഡ്. അല്ല ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ 2 പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇത് മേടിച്ചു കൊടുക്കുക, എന്നിട്ട് വാച്ച് കെട്ടി കൊടുക്കുക. അവർ തമ്മിൽ റേസ് ഒക്കെ വെപ്പിക്കണം. ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും. ഫ്രണ്ടിലേക്ക് മാത്രമേ. ഇത് ചാർജ് ചെയ്യും അല്ലേ? ചാർജ് ചെയ്യും. എനിക്ക് ഈ ഷേപ്പ് കാരണം ഇഷ്ടപ്പെട്ടു. ഞാൻ പറയാം, ഇപ്പൊ നമുക്ക് ഇത് കുഞ്ഞിനെ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഈ സാധനമായിട്ട് പുറത്തു പോകുമ്പോൾ ബാക്കി പിള്ളേർ കാണുന്ന സംഭവം ഒന്ന് ആലോചിച്ചു. ഈ കാറൊക്കെ ഈ വാച്ചിന്റെ ആവശ്യം അത് ഇങ്ങനെ കാണിക്കാൻ എന്റെ കൺസെപ്റ്റ് അത്ര ഉള്ളൂ. ഇത് നിന്റെ കയ്യിലൊന്ന് കിട്ടിക്ക്. അതിന്റെ വലിപ്പം കണ്ടു. എന്നാ വലിപ്പം വരും. സമയമില്ലാത്ത വാച്ച്. ഇത് 5000 അല്ലേ? എടാ നീ ആലോചിക്കും, ഇത് അമ്പലപ്പറമ്പിൽ നിന്ന് മേടിച്ച് ബാക്കി പിള്ളേർ നോക്കടാ. ഒന്നും തോന്നരുത്. അതെ, എനിക്കും ഇഷ്ടപ്പെട്ടു. ഒരു യൂണീക്നെസ് ഉണ്ട്. വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. പലർക്കും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ നടുവേദന അല്ലെ? അതെ, നമ്മുടെ ഈ ടെയിൽ ബോൺ ഉണ്ടല്ലോ, ഈ സാധനം ഇവിടെ ഇങ്ങനെ ഈ സീറ്റയിൽ ഇങ്ങനെ കുത്തിയിരുന്ന് കുറെ നേരം എടുക്കുമ്പോൾ നമുക്ക് നടുവിന് ഇങ്ങനെ വേദന വരും. നടുവേദന വരാതിരിക്കാനുള്ള സെറ്റപ്പിലേക്ക് ആക്കാനുള്ള ഒരു സാധനം ഇതുണ്ട്. നമ്മളിവിടെ ഇരിക്കും. അപ്പൊ ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്ക് ഈ സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് നടുവേദന മറ്റേ ആ ഗ്യാപ്പില് നമുക്ക് ആ ഒരു മുട്ടില്ല. ഇരുന്ന് കാണിച്ച് നോക്കട്ടെ. അല്ല ഇരിക്കാൻ അവിടെ ഇരിക്കാൻ പറ്റില്ല. ഇത് കയ്യ മൂലാധാരം താഴോട്ട് പോകുന്ന എല്ലാരും കാണണ്ടേ? ഞാൻ ടെസ്റ്റ് ചെയ്ത് ഓക്കെ പറഞ്ഞ സാധനം. ആകെപ്പാട് 5 ഇഞ്ച് ശരീരമുള്ള എനിക്ക് 1.5 കിലോ 1.5 ഏക്കർ മൂലാധാരം ഉള്ളവർക്ക് നീ ഇരുന്നേ നോക്കട്ടെ. ഞാൻ ഇരിക്കുന്ന അല്ല ഇത് പോട്ടെ ഉപയോഗിക്കാറുണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ അടുപ്പിച്ചിരിക്കും. അങ്ങനെ ഇരിക്കരുത്. അല്ല അങ്ങനെ ഇരിക്കുന്നവർക്ക് ഇരിക്കാം. ഒരു കസേര, സാധാരണ കസേര, ഇതായത് കുഷൻ ഉണ്ടല്ലോ. ഇരുന്നിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാ. മറ്റേ ടെയിൽ ബോൺ എപ്പോഴും പ്രഷർ വരും. അത്ര ഫണ്ണി ആയിട്ടുള്ളതായി ഫണ്ണല്ലാത്ത സാധനം. ഇത് ഭയങ്കര വലിയ ഇത് കണ്ടോ, 1 ഏക്കർ ചെറുതുണ്ട്. അത് പറയണ്ടേ? വലുതാ 1.5 ഏക്കർ വെളിയിലാന്ന് പറഞ്ഞപ്പോ പറയണ്ടേ? പല സൈസിലുള്ള പല സൈസിൽ കിട്ടും. മെമ്മറി ഫോം നല്ല ലുക്കുള്ള അത് സാധാരണ ഇതില്ലാതെ കിട്ടും. ഇത് കവർ ഇട്ടത് കിട്ടും. എത്ര നാളാണ് ഉപയോഗിക്കുന്നത്? ഇപ്പൊ ഞാനൊരു 2 മാസമായി. 2 മാസത്തിൽ നടുവേദനയുടെ സ്കെയിലിൽ പെട്ടെന്ന് എത്ര ഞാൻ ഒരു അരമണിക്കൂറൊക്കെ ഒരു വർക്ക് ചെയ്തിരിക്കത്തുള്ളായിരുന്നു. ഇപ്പൊ എനിക്കൊരു 3 മണിക്കൂർ വരെ സുഖമായിട്ടിരിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കിപ്പോ ഇരുന്നിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് ലോങ് ടൈമിൽ എങ്ങനെ ഉണ്ടെന്ന് ലോങ് ടൈം യൂസ് ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ ഇതല്ല പറഞ്ഞു. അതുകൊണ്ടല്ല ഞാൻ കൊണ്ടുവന്നത്. ഞാൻ കൊടുത്തു. കോസ്റ്റ് പറഞ്ഞില്ല. 249.
തേങ്ങ ഉണക്കി സ്വാമി. പിന്നെ അത്ര വ്യത്യസ്തമായ പ്രോഡക്റ്റ് ഒന്നുമല്ല, ആർക്കും ഉപയോഗിക്കാവുന്ന ഒരു സിമ്പിൾ പ്രോഡക്റ്റ് ആണ്. നമ്മൾ എത്ര നല്ല ലാപ്ടോപ്പ് മേടിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഉടായ്പ സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ എത്രയൊക്കെ കോഴ്സസ് ആയിട്ട് ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും പ്രൈവസി ഒരു വലിയ കൺസേൺ തന്നെയാണ്. ഈ ഒരു വെബ് ക്യാമിന് ഫിസിക്കൽ ടേൺ ഓഫ് ബട്ടൺ ഇല്ല. ചില ലാപ്ടോപ്പുകളിലുണ്ട് നമുക്ക് ഫിസിക്കലി പവർ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അങ്ങനെ ഇല്ലാത്ത ലാപ്ടോപ്പുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന 100 രൂപയുടെ പ്രോഡക്റ്റ് ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. വെബ് ക്യാം കവർ. നമുക്കിത് ഏത് ക്യാമറ ഡിവൈസിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിനൊരു ലിഡ് ഉണ്ട്, ഇത് നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ചു വെക്കാം അല്ലേ. എടാ ഇത്രയും സെക്യൂരിറ്റി ഇഷ്യൂ പറഞ്ഞ നീ തന്നെ അല്ലേ ഗൂഗിളിനും സാംസങ്ങിനും അങ്ങ് അടക്കുന്ന പെർമിഷൻ തൊട്ട് ഇങ്ങ് അടക്കുന്നവരെ പെർമിഷൻ കൊടുക്കുന്നത്. പക്ഷെ ഗൂഗിളും ബാക്കിയുള്ള സോഫ്റ്റ്വെയറുകളും പെർമിഷൻ കൊടുക്കുന്നതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സർവീസ് നമുക്ക് തരുന്നുണ്ട്. പല കാര്യങ്ങള് ലോകത്തുള്ള ഹാക്കർമാരുടെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അവസരങ്ങൾ തരുന്ന ഹാക്കർമാര് നമ്മുടെ പ്രൈവസി കയറേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളിത് ഈ സാധനം ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്നു, നമ്മള് മറ്റേ പേപ്പർ ടേപ്പ് കിട്ടും. പേപ്പർ ടേപ്പ് ഒട്ടിച്ചിട്ട് ആവശ്യമുള്ളപ്പോ പൊക്കുക. എന്റെ ലാബ് വൃത്തിക്കിരിക്കുന്ന എനിക്കിഷ്ടം. ഈ മാർക്ക് സുക്കർബർഗിന്റെ സിസ്റ്റം വരെ വെറും പേപ്പർ ടേപ്പിൽ കാര്യം പുള്ളി അത് തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഇത് തുറക്കേണ്ടി വരുമല്ലോ. 100 രൂപയ്ക്ക് എത്രണ്ണം കിട്ടും? 3 എണ്ണം. ടൈയായാലൊരു സ്ഥിരം പരിപാടിയാ. ടൈ ആയോ ഇത്? 2 ചുമല 2 പച്ച. ഗസ്റ്റിനെ കൊണ്ട് ടാസ്ക് എടുപ്പിക്കാം കഴിഞ്ഞ തവണത്തെ പോലെ. എന്നിട്ട് ടോസ് ഇടാം. ഞാനിച്ചങ്ങോട്ട് എടുത്തോളാം. കെട്ടിയിട്ട് ചാണകം. എന്നാ പിന്നെ ഇറങ്ങി. ഹെഡ്സ്. ഇനി ഹെഡ്സില്ല മോനെ, ദീർഘക്കളിയാ. കുപ്പി വേണോ? എനിക്ക് കുപ്പി മതി. കുപ്പിയില്ല. കസേര കെട്ടിയിട്ട് ചാണകം എറിയണം. ആരെറിയും? നമുക്ക് എല്ലാവർക്കും അറിയാലോ. എടുക്കട്ടെ സാറേ. ഞാൻ തുടങ്ങാൻ പോവാ. മധുരമില്ലാത്ത പായസം പോലെ. മുടിയിലൊക്കെ ടെക്സ്ചർ ആയിട്ടിരിക്കുന്നു. അതിങ്ങനെ നാര് മതി. അയ്യോ അയ്യേ അവിടെ നിന്റെ പ്രോഡക്റ്റ് പോകുന്നു. അതാ വാ വെള്ളത്തിൽ പോ ചാടാ. ചുമ്മാ ചിലക്കാതെ എടുക്ക് ലക്ഷ്മി. അപ്പൊ ഈ എഡ്ജ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് ഈ എഡ്ജ് തുടങ്ങാം.